OnePlus 60യുടെ മെക്ലാരൻ എഡിഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. 10 GB റാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്നതാണ് പ്രത്യേകത. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും എല്ലാം നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. OnePlus 60യിലെ പോലെ തന്നെ ഈ ഫോണിലെയും ഡിസ്പ്ലേ വരുന്നത് 6.41 ഇഞ്ച് ഓപ്റ്റിക് അമോലെഡ് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 19.5:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഈ ഫോണിൽ നമുക്ക് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ തന്നെയാണ് ലഭിക്കുന്നത്. OnePlus 60യിലെ പോലെ തന്നെ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 6ന്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിലും ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനിലാണ്. ഇതിൻ്റെ സൈഡ് ഫ്രെയിമിൽ നമുക്ക് ഒരു ഓറഞ്ച് കളർ കോട്ടിങ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു മെക്ലാരൻ്റെ ലോഗോയും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 845 പ്രോസസ്സർ തന്നെയാണ് ഈ ഫോണിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ റാമിലാണ്. 10 GB റാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് 256 GB ഇൻറ്റേർണൽ ആണ് ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 10 GB റാമുമായി വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫോണാണ് OnePlus 60 മെക്ലാരൻ എഡിഷൻ എന്ന്. ആൻഡ്രോയിഡ് 9 Pie ബേസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ മെക്ലാരൻ തീം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. OnePlus 60യിൽ കൊടുത്തിരുന്ന അതേ ക്യാമറ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. മാറ്റങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 16 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സറിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 20 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സറിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സറിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ്. നമുക്കറിയാം, നമുക്ക് OnePlus 60യിൽ നല്ല ഫോട്ടോസ് ലഭിച്ചിരുന്നു. അതേ സെയിം ഒരു ക്വാളിറ്റി ഈ ഒരു ഫോണിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. OnePlus 60യിലെ പോലെ തന്നെ 3700 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പക്ഷേ വലിയൊരു വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജറിലാണ്. OnePlus 60യിൽ നമുക്ക് ലഭിച്ചിരുന്നത് 20 വാട്ട് ഡാഷ് ചാർജിങ് ആണ്. എന്നാൽ ഈ ഫോണിൽ നമുക്ക് 30 വാട്ടിൻ്റെ വ്രാപ്പ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. അതായത് ചാർജിങ് ഒന്നും കൂടി ഫാസ്റ്റ് ആയിരിക്കും. 50% ചാർജ് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ആവും എന്നാണ് കമ്പനി പറയുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 50,999 രൂപയാണ്. നമുക്ക് 8 GB റാമിൻ്റെ വേരിയൻറ്റ് ലഭിച്ചിരുന്നത് 45,999 രൂപയ്ക്കായിരുന്നു. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കാൻ പോകുന്നത്.